പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ചെറുപ്പക്കാർക്കും വലിയവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുടി നരക്കൽ. മുടി നരക്കലിന് വേറെ ഒരു രക്ഷയില്ല, ഡൈ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഡൈ എങ്ങനെ ചെയ്യണം? നമ്മളിപ്പോൾ ഒരു ഡൈ വാങ്ങിയതിന് ശേഷം അങ്ങനെ തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ നല്ലത് വേറെ ഒരു ട്രിക്ക് ഞാൻ കാണിക്കാൻ പോവുകയാണ്. ആ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മുടിയും ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. നാച്ചുറലായിട്ടുള്ള മുടി പോലെ തന്നെ ഉണ്ടാവും. കറുപ്പ് കൂടുതലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് കുറച്ച് പച്ചമരുന്ന്, കറിവേപ്പില, അതുപോലെ ആലോവേര, പിന്നെ തുളസി, പിന്നെ കുറച്ച് ഐറ്റം ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ ഐറ്റം നമ്മൾ എടുത്ത് കഴുകി തിളപ്പിച്ച് അതിൻ്റെ വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ എൻ്റെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ രതീഷേട്ടനാണ്. രതീഷേട്ടൻ സാധാരണ ഡൈ ചെയ്യാറില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, കല്യാണമുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ് എൻ്റെ വകയായിക്കോട്ടെ ഇന്നത്തെ നിങ്ങളുടെ ഡൈ, എന്തായാലും വെളുത്തിട്ട് നടക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിനാണ് ഈ ഡൈ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ആ വീഡിയോ നമുക്ക് കാണാം. ഈ സാധനം നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം. കാരണം ലോകത്ത് എവിടെയും അമോണിയ ഇല്ലാത്തൊരു ഡൈ ഇല്ല. അപ്പോൾ ആ അമോണിയെ കൊല്ലുന്നതാണ്, അമോണിയയും അതിൻ്റെ അകത്തെ കെമിക്കലിനെയും കൊല്ലുന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഹെന്ന പൗഡറുണ്ട്, മറ്റ് പച്ച മരുന്നുകളുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് കാണാം അല്ലേ. ഇതിന് ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ കറിവേപ്പിലയുണ്ട്, അതുപോലെ പേരയില, പിന്നെ അലോവേര, തുളസി, കൂർക്കില, അതുപോലെ കേശവർദ്ധിനി, പിന്നെ കർപ്പൂര തുളസി, അതുപോലെ കുരുമുളകിൻ്റെ ഇല, അതിൻ്റെ കൂടെ കരിഞ്ജീരകം, അതുപോലെ ഉലുവ, ഇതൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം എടുക്കണം. വെള്ളം എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് കാണിക്കാം. ഇതിൻ്റെ കൂടെ ചെമ്പരത്തിപ്പൂവ്, അതുപോലെ ഉള്ളിത്തൊലി കണ്ടില്ലേ, വെളുത്തുള്ളിത്തൊലി, അതുപോലെ നമുക്കറിയുന്ന പച്ച മരുന്നുകൾ മൊത്തം ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഡൈൻ്റെ ആ കെമിക്കൽ, അതുപോലെ അമോണിയ, ഇതൊക്കെ ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾ ഡൈ ചെയ്യുന്നവർ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ വളരെ നല്ല ഉപകാരപ്രദമായിരിക്കും. അതായത് മുടി പൊട്ടൽ, പിന്നെ തലചൊറിച്ചൽ, ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പിന്നെ യൂട്യൂബിൽ പല ഉടായ്പകളും ഉണ്ടാവുക. മുടി കറക്കും, ഒറ്റ ദിവസം കൊണ്ട് മുടി കറക്കും, വേരടക്കം കറക്കും എന്ന് പറഞ്ഞിട്ട് മഞ്ഞപ്പൊടി, അതുപോലെ അങ്ങനെ പല ഉടായ്പകളും ഉണ്ടാവും. അത് വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അതിലൊന്നും പെടാതെ എന്തായാലും ലോകത്ത് എവിടെയും അമോണിയ ഇല്ലാതെ മുടി കറക്കുന്ന ഒരു വിദ്യയും ഇല്ല. കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനി അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക. ഇതിൻ്റെ വെള്ളം എടുക്കണം, വെള്ളമാണ് വേണ്ടത്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നോക്കാമല്ലോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഉലുവയും കൂടിയുണ്ട്, ഉലുവ, കരിഞ്ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് ഇനിയിപ്പം ഇതിൻ്റെ വെള്ളം എടുക്കണം. നന്നായിട്ട് ചൂട് ആറിയിട്ടുണ്ട്, നമുക്ക് അരിച്ചെടുക്കാം. എന്തായാലും നന്നായിട്ട് തിളച്ച് അരിക്കുമ്പോൾ ഇത് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞാൽ ഇത് മൊത്തം എല്ലാം കിട്ടുമല്ലോ. ഇനിയാണ് നമ്മളെ പണി തുടങ്ങുക. നമുക്കിപ്പോൾ ഇത്രേ ആവശ്യമില്ല, ഇതിനിയും വേറെയും ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് കുറച്ച് എടുക്കാം. നമ്മളെ മോഡലിൻ്റെ ഇവിടെ റെഡിയായിട്ട് രതീഷേട്ടന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡൈ തയ്യാറാക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്, ഗോദ്രേജിൻ്റെ പരസ്യമല്ല കേട്ടോ, ഗോദ്രേജിൻ്റെ ഡൈയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഗോദ്രേജിൻ്റെ ഡൈ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഒരു പാക്കിലുള്ളത് ഇത്രയാണ്. ഇതിൻ്റെ ഈ ഗോദ്രേജിൻ്റെ ഡൈൻ്റെ പൗഡറിൻ്റെ ഈ കാണുന്ന ഭയങ്കര കെമിക്കൽ, ഈ കാണുന്നതിൻ്റെ 2 ഇരട്ടി നമ്മുടെ ഹെന്ന എടുക്കണം. ഞാനെടുത്ത ഹെന്ന ഇതാണ്. ഇത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഗോദ്രേജിൻ്റെ പൗഡറിൻ്റെ 2 ഇരട്ടി എടുക്കുന്നുണ്ട്. ഇതാ 2 സ്പൂണ്.
2 സ്പൂണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ഏകദേശം രണ്ടും ഹെന്ന പോലെയായി, മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഹെന്ന പോലെയായി. ഗോദ്രേജിൻ്റെ പൗഡറും അതുപോലെ ഹെന്നയും ഇപ്പം വെറും ഹെന്ന പോലെയായി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രയും പച്ചമരുന്ന്, അതായത് തുളസി, കറിവേപ്പില, ആലോവേര, അതുപോലെ കൂർക്കില, ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത്ര എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ രതീഷാട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചെറുതായിട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ, ആ പാട്ട് പാടിയ ആളാണിത്. അപ്പോൾ ഇവർ സാധാരണ ഡൈ ചെയ്യാറില്ല, പക്ഷേ ഇവരുടെ ഒരു ബന്ധത്തിൽ കല്യാണമുണ്ട് നാളെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്തു തരാം, കെമിക്കലൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ രതീഷേട്ടാ, അങ്ങനെയല്ലേ പറഞ്ഞ ശരിയല്ലേ അല്ലേ? അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ, ഇപ്പം കണ്ടില്ലേ മുടി ഫുള്ള് വെള്ളയല്ലേ? നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യുക. അതായത് ഇപ്പം മുടി നരാന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു പ്രശ്നമല്ലേ? ഡൈ അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഒരു ഹെന്ന ഇട്ടാലോ എന്ത് ചെയ്താലോ ഒരു കാര്യമില്ല. മാത്രമല്ല പിന്നെ അമോണിയ ഇല്ലാത്ത ഒരു ഡൈയും ഈ ലോകത്ത് എവിടെയുമില്ല. അപ്പോൾ ആ അമോണിയൻ്റെ ശക്തി കുറക്കുന്നതാണ് ഈ ഒരു ചേരുവകൾ, മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്നൊരു ചേരുവകളാണ്. അതുപോലെ ഇപ്പം ഞാൻ ചെയ്ത കണ്ടില്ലേ, അതുപോലെ ചെയ്താൽ നമ്മുടെ മുടി ശരിക്കും നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടും. അധികം കുത്തുന്ന ബ്ലാക്കൊന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടും മുടിക്ക്. നല്ല ഭംഗിയുമായിരിക്കും. സാധാരണ ഡൈ ചെയ്താൽ നമ്മൾ ചോദിക്കേണ്ടി വരില്ല, ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ ഈ ഡൈ ചെയ്താൽ അങ്ങനെ മനസ്സിലാവില്ല. ഡൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഞാൻ ചേരുവകളെല്ലാം കാണിച്ചില്ലേ, നമ്മളെ വീട്ടിലും പറമ്പത്തിലും ഉള്ളതല്ലേ. അപ്പോൾ ഫ്ലാറ്റിലെല്ലാം താമസിക്കുന്നവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉലുവയും അതുപോലെ കരിഞ്ജീരകം പിന്നെ 1-2 ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി. അതുപോലെ അലോവേര കിട്ടില്ല എങ്കിൽ അലോവേരേൻ്റെ ജെല്ല്, പിന്നെ ഈ തുളസിയെല്ലാം ഫ്ലാറ്റിലാകുമ്പോൾ തുളസിയെല്ലാം കിട്ടാൻ വലിയ പാടല്ലേ. അപ്പോൾ ഈ സാധനം മാത്രം എടുക്കുക, എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര മേക്കപ്പോടും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചിലർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ എണ്ണയെല്ലാം ഇടുമ്പോൾ നമ്മളെ മുഖത്തോ അല്ലെങ്കിൽ ഇതുമാതിരി ഡൈ ചെയ്ത സ്ഥലത്തൊന്നും സ്കിന്നിന് എവിടെയും ഒട്ടിപ്പിടിക്കില്ല. കഴുകി കളഞ്ഞാൽ അത് അപ്പം തന്നെ പോവും, സ്കിന്നിനങ്ങനെ പിടിക്കില്ല. ഞാൻ രതീഷേട്ടനോട് ഒരു 10 മണിക്ക് ആണ് വരാൻ പറഞ്ഞത്, പക്ഷേ രതീഷേട്ടൻ പെട്ടെന്ന് രാവിലെ 8 മണിക്ക് തന്നെ വന്നു. മീശക്കല്ല താഴത്തെ ചുണ്ടിന്. രതീഷേട്ടൻ്റെ ഡൈ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു, ഫിനിഷ് ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം എനിക്കൊന്ന് ഒരു 1/2 മണിക്കൂർ
അരമണിക്കൂർ തലയിൽ വെച്ചിട്ട് കഴുകിക്കളയാം. അതിനുശേഷം അടിപൊളിയായിരിക്കും. കാരണം കണ്ടില്ലേ, ഇത് ഇപ്പം തന്നെ ഒരു ബ്ലാക്ക് അടിക്കുന്നില്ല, റെഡിഷാണ് അടിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കഴുകിക്കളഞ്ഞാൽ. ആർക്കും മനസ്സിലാവില്ല ഡൈ ആണെന്ന്. അപ്പം അങ്ങനെ ഭംഗിയായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ 1 മണിക്കൂർ വെക്കാൻ പറഞ്ഞിരുന്നു. ആൾ 10 മിനിറ്റ് കൊണ്ട് കഴുകിക്കളഞ്ഞു. എന്നിട്ടും കണ്ടില്ലേ എന്താ സൂപ്പറല്ലേ. ചേട്ടനോട് ഞാൻ 1 മണിക്കൂർ വെക്കാൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ വെക്കുന്നവർക്ക് കഴുകിക്കളഞ്ഞു. അപ്പോൾ സൂപ്പറായിട്ടില്ലേ? ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി മസ്റ്റാണ്. ഉള്ളിത്തോല് മസ്റ്റാണ്. മറ്റുള്ള ഇലകളിലും ഇട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഉള്ളിത്തോല് നിർബന്ധം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അടിപൊളി. ഇത് ഡൈ ചെയ്തെന്നൊന്നും ആരും പറയില്ല. നല്ല ഭംഗിയുണ്ട്. ആള് നല്ല ഹാപ്പിയാണ്, ചിരികണ്ടില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഡൈ എന്ന് പറയുമ്പോൾ എല്ലാ ഡൈയിലും കെമിക്കൽ ഉണ്ടാവും. കെമിക്കലില്ലാതെ ഒരു ഡൈയും ഉണ്ടാവില്ല. അമോണിയ ഇല്ലാത്ത ഒരു ഡൈയും, അതായത് അമോണിയ ഇല്ലെങ്കിൽ പിന്നെ ഡൈ ചെയ്താൽ കറക്കില്ല. അപ്പോൾ ഈ അമോണിയ കൊല്ലുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. കുറേ പച്ചിലകളും പച്ചമരുന്നെല്ലാം കൂടിയിട്ട് ചേർത്ത് അമോണിയ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ തന്നെ ഹെന്ന ഇതിൻ്റെ മെയിൻ ഘടകമാണ്. ഹെന്ന ഈ അമോണിയത്തെ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, തീവ്രത കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹെന്നയും അതുപോലെ തന്നെ ഈ പച്ചമരുന്നുകളും ഉള്ള ഉപയോഗം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കണം. അല്ലേ രവീഷ് ചേട്ടാ?